ഓർമ്മയുടെ ചുളിവുകളിൽ ജീവിതം ഒളിഞ്ഞിരിക്കുന്നു. 9-ാം തരം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 2 പദം പദം ഉറച്ചുനാം. പാഠം 3 തഥാഗത. ഡോക്ടറെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ ഞങ്ങളെ അനുഗമിക്കുന്ന മൗനവും ഉദാസീനമെന്ന് ഞാൻ കണ്ടു. പതിവ് പോലെ വാതിൽക്കൽ ഡോക്ടർ ഒരു നിമിഷം നിന്നു. കുഴപ്പമൊന്നുമില്ല, ബാക്കിയെല്ലാം നോർമലാണ്. ഞാൻ ഡോക്ടറുടെ മുഖത്ത് നോക്കുന്നില്ല. ഡോക്ടർ അത് പറയുമ്പോൾ പകരം എണ്ണിയാലൊടുങ്ങാത്ത താഴോട്ടിറങ്ങിപ്പോകുന്ന ഗോവണിപ്പടികൾ അവ എണ്ണുകയാണ്. ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടാവണം. കാരണം അദ്ദേഹം പറഞ്ഞു, അല്ല, അൾഷിമേഴ്സ് ഡിസീസിനെ കുറിച്ച് കൃത്യമായി ഒന്നും പറയാൻ വയ്യ എന്ന് കൂട്ടിക്കോളൂ. പ്രതികരണശേഷി ശ്രദ്ധിക്കണം. എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അറിയിക്കൂ. തലചരിച്ച് ഔപചാരികമായ യാത്ര പറയലിനിടയ്ക്ക് അദ്ദേഹം കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന കാഴ്ചയെക്കാളും അധികമാണ് ഈ ലോകത്തിൽ നാം കാണാതെ പോകുന്ന കാര്യങ്ങൾ. ഒരു ഉദാഹരണത്തിന്, ഈ ഫ്ളാറ്റിലെ അടഞ്ഞ വാതിലിനു പിറകിൽ എന്നെയും അമ്മയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മഹാമൗനം. മരണം എന്നുവെച്ചാൽ ഇങ്ങനെ തന്നെ എന്ന് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ആ മൗനം. ഈശ്വരൻ എന്ന് വെച്ചാലും ഇങ്ങനെ തന്നെയോ എന്ന് സന്ദേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൗനം. അകത്തെ മുറിയിൽ അമ്മ കിടക്കുകയാണ്, ഒരു നേർരേഖ പോലെ നിശ്ചലയായി. ഞാൻ അമ്മയുടെ അടുത്തേക്ക് നടന്നു. എന്റെ ഓരോ കാൽവയ്പിലും അമ്മ ഇപ്പോൾ തല ചരിച്ചു നോക്കുമെന്ന ഓരോ കാൽവയ്പും അമ്മയുടെ അടച്ചിട്ട ഓർമ്മയുടെ വാതിൽക്കൽ മുട്ടി നൊമ്പരമെന്നോണം മടങ്ങി വരുന്നതുപോലെ. എന്റെ ഓർമ്മയാവട്ടെ ഒരു വലിയ ഇട്ടുകെട്ടുപോലെയും. 10-12 കുട്ടികളോടൊപ്പം സ്കൂൾ വിട്ട് ഇടവഴിയിലൂടെ ഓടി വരുമ്പോൾ അവർക്കിടയിലും എന്റെ കാൽപെരുമാറ്റം തിരിച്ചറിഞ്ഞ് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അമ്മ. ഈ അമ്മ ചുവരിൽ കണ്ണും നട്ടു കിടക്കുകയാണ്. ചുവരിൽ 10 വർഷം മുമ്പ് അകാലത്തിൽ മരിച്ചുപോയ എന്റെ ഏട്ടത്തിയുടെ ഫോട്ടോ. അമ്മ എന്താവാം ഓർക്കുന്നത്? ഞാൻ കട്ടിലിൽ ചെന്ന് ചേർന്നിരുന്നു വിളിച്ചു, അമ്മേ. തിരിച്ചറിവിന്റെ യാതൊരു സൂചനയും തരാത്ത ഒരു നോട്ടം അമ്മ എനിക്ക് നീട്ടുന്നു. അമ്മേ എന്ന സംബോധന എത്ര നീട്ടിയാലും എത്താൻ കഴിയാത്ത ഏത് അകലത്തിലാണ് അമ്മ വസിക്കുന്നത്. ഹൃദയം നുറുങ്ങിപ്പോകുന്നത് അറിഞ്ഞില്ലെന്ന് നടിച്ച് ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എന്താ ആലോചിക്കുന്നത്? എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന അമ്മയുടെ വൃദ്ധനെറ്റിയിൽ ചുളിവുകൾ. ഒരു മറുപടിക്ക് കാക്കുകയാണ് ഞാൻ. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങവേ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, അമ്മ എന്താവാം ആലോചിക്കുന്നത്? എനിക്കറിഞ്ഞുകൂടാ. എന്റെ ഹൃദയം മനസ്സിനോട് പറയുന്നു, അമ്മയ്ക്ക് നമ്മളെ അറിയുന്നതിന്റെ കോടിയിലൊരംശം പോലും നമുക്ക് അമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ. നോക്കിയിരിക്കെ ആ നെറ്റിയിലെ ചുളിവുകൾ മായുന്നതും ആ മുഖം ശാന്തമായ ഒരു പ്രസന്നത കൈവരിക്കുന്നതും ഞാൻ കണ്ടു. വാതിലടച്ച് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയെപ്പോലെ അമ്മയുടെ ഓർമ്മകളുടെ ചുളിവുകളിലോ നിവരലിലോ ഇപ്പോൾ ഞാനില്ല. ഒരുപാടു കാലം ആ ചുളിവുകളും നിവരലും എന്നെക്കുറിച്ചായിരുന്നുവല്ലോ. വേരറ്റു പോകുന്ന പോലെ അമ്മയുടെ ഓർമ്മകളിൽ നമ്മൾ ഇല്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത്. മുറിയിലെ ഫോൺ നിർത്താതെ ശബ്ദിക്കുന്നു. എടുക്കുന്നതുവരെ ശാഠ്യം പിടിക്കുന്ന കുട്ടി കണക്കെ. അങ്ങേയറ്റത്ത് ഭർത്താവും കുട്ടികളും മാറി മാറി സംസാരിക്കുന്നു. എന്നു മടങ്ങും? അമ്മയെ നോക്കാൻ നേഴ്സിനെ ഏർപ്പാടാക്കാത്തതെന്താണ്? അമ്മ എന്നു വരും? ദീപുമോന് പനിയാണ്. ആരാ ഫോൺ വിളിച്ചത്? ദീപു ആണോ? അവന് സ്കൂൾ അടച്ചോ? ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ദീപു ആണമ്മേ. ദീപുവിന് അടുത്ത ആഴ്ച സ്കൂൾ അടയ്ക്കും. അമ്മയ്ക്ക് ദീപുവിനെ. എന്റെ വർത്തമാനം പാതിക്ക് വെച്ച് നിശബ്ദമാകുന്നു. അമ്മയുടെ നോട്ടം വീണ്ടും ശൂന്യമായ ജനാല പോലെയായി മാറുന്നത് ഞാൻ കാണുകയാണ്. വിചാരിക്കാത്തപ്പോൾ കയറി വന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന തഥാഗതയായി എന്റെ അമ്മ എന്നെ നോക്കുന്നു. എത്ര നിർമ്മമായ നോട്ടം. ക്ലോക്കിൽ മണി 12 അടിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, കണ്ണിൽ മരുന്നുറ്റിക്കേണ്ട സമയമായി, കണ്ണു കാണിക്കൂ. അമ്മ കണ്ണുകൾ ഇറുക്കി അടച്ച് വായ തുറന്നു കാണിച്ചു. ചിരിയും സങ്കടവും ഒരുമിച്ച് വന്നു എനിക്ക്. തെല്ലുറക്കെ ഞാൻ ശാസിക്കുകയാണ്, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? കണ്ണു തുറക്കൂ.
കണ്ണിന്റെ അടിത്തട്ടിൽ കിടന്നു മിന്നിയിരുന്ന അമ്മയുടെ ചിരി മരുന്നിൽ കലങ്ങി മറഞ്ഞു. മുഖം തുടച്ചുകൊടുത്ത് താങ്ങിയെടുത്ത് ഞാൻ വീൽ ചെയറിലേക്ക് അമ്മയെ ഇരുത്തി സാവധാനം ഉന്തി നടന്നു. ഇപ്പോൾ ഞങ്ങൾ ജനാലയ്ക്കരികിലാണ്. താഴെ മൈതാനത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നു. പൊടിയും ആർപ്പ് വിളികളും ഉയരുന്നു. പന്ത് ഉയരത്തിൽ പൊന്തി ഞങ്ങളുടെ ജനാലയോളം വന്ന് താഴേക്ക് പതിക്കുന്നു. എല്ലാ ശബ്ദങ്ങളും ജീവിതം തന്നെയും ഞങ്ങളുടെ ജനാലയോളം എത്തി മടങ്ങിപ്പോകുന്നുവെന്ന് എനിക്ക് തോന്നി. ജീവിതത്തിന്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ. അമ്മയുടെ മനസ്സിൽ നിന്നും എങ്ങനെയോ പുറന്തള്ളപ്പെട്ടു പോയ ഞാൻ. അമ്മ അനുസരണയോടെ പന്തുകളി ഇരുന്നു കാണുകയാണ്. എന്റെ ഓർമ്മയിലാണ് അമ്മയെ അവസാനമായി നടക്കാൻ കൊണ്ടുപോയത് ഞാൻ. പെട്ടെന്നൊരു നിമിഷം കൈവിടുവിച്ച് നിരത്ത് മുറിച്ചു കടന്ന് എതിർവശത്തെ ഫുട്പാത്തിലെ തിരക്കിൽ അമ്മ അപ്രത്യക്ഷയായി. നഗരത്തിലെ തിരക്കിൽ ചെവി അടപ്പിക്കും വിധം പെരുമ്പറ കൊട്ടുന്ന ഹൃദയമിടിപ്പോടെ ഞാൻ കണ്ടെത്തുമ്പോൾ ഒരു തുണിക്കടയുടെ മുമ്പിൽ പകച്ചു നിൽക്കുകയായിരുന്നു അമ്മ. ഞാൻ അമ്മയെ വീണ്ടും കിടക്കയിലേക്ക് കൊണ്ടുവന്ന് ചാരിയിരുത്തി. എല്ലിൻകൂട് പോലുള്ള ആ നെഞ്ചിന്റെ മിടിപ്പ് എനിക്ക് കേൾക്കാം. അമ്മേ, കഞ്ഞി തരട്ടെ ഞാൻ ചോദിക്കുന്നു. അമ്മയുടെ കണ്ണുകൾ ഏട്ടത്തിയുടെ ഫോട്ടോയിൽ വീണ്ടും ചെന്നു തങ്ങിയിരിക്കുന്നു. നെറ്റിയിൽ ചുളിവ് വീണിരിക്കുന്നു. ഒരു സ്പൂൺ കഞ്ഞി കോരി കൊടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അതാരുടെയാ ആ ഫോട്ടോ, അറിയുമോ? എന്തെങ്കിലും പ്രതികരണത്തിനായി ഞാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ്. ഒരു തുള്ളി കണ്ണീർ, ഒരു നെടുവീർപ്പ്, എന്തെങ്കിലും. അമ്മയുടെ നെറ്റിയിൽ ചുളിവുകളുടെ എണ്ണം കൂടുന്നു. ഉത്സാഹത്തോടെ ആകാംക്ഷയോടെ ഞാൻ ആ മുഖം ഒരു വിരൽ കൊണ്ട് എന്റെ നേർക്ക് തിരിച്ചു ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? അമ്മയുടെ അമ്മിണിക്കുട്ടിയെ? അമ്മ പ്രാവിൻ്റേതുപോൽ വിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കഞ്ഞി തുപ്പിക്കളഞ്ഞു. മതിയായി എന്നർത്ഥം. മുഖം തുടച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ നോട്ടം എന്റെ മുഖത്തു തന്നെ. മെല്ലെ കിടത്തി ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എവിടെ അമ്മേ അമ്മയുടെ അമ്മിണിക്കുട്ടി? അമ്മിണിക്കുട്ടി മരിച്ചുപോയി. എന്റെ മുഖത്ത് നിന്ന് നോട്ടം മാറാതെ ഓർമ്മകളിൽ എവിടെയോ നടന്നു മറയവേ അമ്മ പറഞ്ഞു. അശ്വിതയുടെ കഥകൾ